ഹരി, എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എന്നെ എവിടം വരെ ഒന്ന് കൊണ്ടുപോകാമോ? ജീവൻ ഏഴുമല ദേവീക്ഷേത്രത്തിലേക്ക് പോയിരിക്കാം. എനിക്ക് വേണ്ടിയൊരു പ്രാർത്ഥനയുണ്ട്. അത് പൂർത്തിയാക്കണമെന്നും പറഞ്ഞാ പോയത്. ജീവൻ പറയുന്നതൊന്നും അമ്മയും മറ്റുള്ളവരൊന്നും വിശ്വസിക്കില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം മനസ്സിലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ. പറഞ്ഞതുപോലെ ജീവന ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ചെയ്യുന്നതെങ്കിൽ, പിന്നെ ആര് സംശയിച്ചാലും ജീവനെ ഞാൻ സംശയിക്കില്ല. എനിക്കും സമയമില്ല. എനിക്കും എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനിടയിൽ നിത്യയുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്താൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഹരി, എന്നോട് പിണക്കാണോ? എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. പിണങ്ങാൻ ഞാനാരാ? ജീവിതത്തില് ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. അത് അബദ്ധമാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വേദനിക്കാനുള്ള അത്രയും വേദനയാവും. ശീലമായി ഇപ്പോ. സോറി ഹരി, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് മോഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കാൻ ഞാൻ ഹരിയോട് പറയില്ല. കാരണം അങ്ങനെ ആർക്കും പറ്റാറില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ ശരിയുണ്ടാവും. ഹരി ഇപ്പൊ ചിന്തിക്കുന്നതാണ് ഹരിയുടെ ശരി. എനിക്ക് പക്ഷേ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നതിൽ നിന്നും മാറി നടക്കാൻ പറ്റില്ല. കാലം മാറിയെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ പുറം ലോകത്ത് നിങ്ങളെപ്പോലെ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും പെണ്ണിനിപ്പോഴും പൂർണ്ണമായി കിട്ടിയിട്ടില്ല. അവള് വീടിന്റെ അകത്തളത്തില, മനസ്സിന്റെ ചങ്ങലയില. അവിടെ കിടന്ന് വെറുതെ കുതിറി നോക്കാനേ പറ്റൂ. പൊട്ടിച്ചെറിയാനും ആവില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഹരി ബുദ്ധിമുട്ടണ്ട.